എടോ നല്ല തണുപ്പട, ഞാൻ വലിച്ചിട്ട് വരാം. നിന്റെ സിഗരറ്റ് കൊണ്ടോ. അതോടെ നീ പോയിട്ട് വാ. ഓക്കെടാ. എല്ലാം ഇത് തന്നെ അവസ്ഥ. എപ്പം വന്നാലും ഓനിക്ക് വേണോ. ഓനിക്കെന്നാ ഡെയിലി പണിക്ക് പോകുന്നുണ്ട്, എന്നാ പിന്നെ ഓനിക്ക് ഓന്റെ കയ്യിൽ നിന്ന് എടുത്ത് വാങ്ങൂല. ഇത് എന്നെ തന്നെ ആശ്രയിച്ച് എപ്പോഴും എന്റെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ചിട്ട് അലക്ക. എന്നാ പിന്നെ ഓനിക്ക് കയ്യിൽ നിന്ന് മേടിച്ചാ പോരെ, എന്നോട് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവും. പിന്നെ നീ എന്തിനാ കൊടുക്കുന്നേ? ഇല്ലെന്നങ്ങ് പറഞ്ഞാ പോരെ. ഓ ലേറ്റർ എടുത്തില്ലല്ലോ. പോയി അനീഫാനോ ലേറ്റർ മേടിച്ചു വരാം. അതെ, നീ കണ്ടിക്കില്ലേ, ഓനങ്ങ് എടുത്ത് പോവാണ്. എന്റെ മുമ്പിൽ ഓൻ കണ്ടിക്ക് സിഗരറ്റ്. പിന്നെ ഞാനങ്ങനെ ഇല്ലാന്ന് പറയാ. ഓന് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അലക്ക. എനിക്ക് പ്രാന്താന്നുണ്ട്. അവനോട് എല്ലാ ഫ്രണ്ട്സും നിർത്തിയാണ് കഴിക്കുന്നത്. ഡെയിലി പണിക്ക് പോകുന്നുണ്ട്, എന്നാ പിന്നെ ഓനിക്ക് കയ്യിൽ നിന്ന് എടുത്ത് വാങ്ങിയാ പോരെ. എടോ അനീഫ, എന്റെ അടുത്ത് പൈസ ഇല്ലാത്തതിനെ കൊണ്ടല്ലടാ, പണിക്ക് പോകാത്തതിനെ കൊണ്ടുമല്ല. നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ സ്വന്തം എന്റെ അവകാശം പോലെ എടുത്തിട്ട് പോയതാ. നീ ക്ഷമിക്കുക, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ നീ ഇങ്ങനെ വിചാരിക്കുന്നത് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഓ സോറി മച്ചാനെ, ഞാൻ തമാശ പറഞ്ഞു പോയതാ. വെച്ചാല് നമ്മള് ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഞാനും പറഞ്ഞതാണ്. നീ ക്ഷമിക്കേ, നീ എടുത്തോ, എനിക്ക് പ്രശ്നമില്ല, നീ എടുത്തോ, വിരിച്ചോ, കുഴപ്പമില്ല. 5 വർഷം നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട്, പക്ഷെ നീ അതിന്റെ അടുക്ക് പോലെ നല്ലൊരു ഫ്രണ്ടായി നീ കണ്ടിക്കില്ല. അതുകൊണ്ട് എനിക്ക് വരിക്കാനുള്ള മൂഡ് വേടാ. നീ വേണ്ടെന്ന് വെച്ചാ